നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമകൾ കണ്ട് നമ്മൾ പഠിച്ച ചില മണ്ടത്തരങ്ങളെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് സിനിമകളിൽ ബോംബ് എറിയുന്ന സീനുകളാണ്. സിനിമകളിൽ ഹാൻഡ് ഗ്രനേഡ് യൂസ് ചെയ്യുമ്പോൾ ലിവർ കടിച്ചു വലിച്ചെറിയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എന്നാൽ റിയൽ ലൈഫിൽ ഇങ്ങനെ വലിക്കാൻ നോക്കിയാൽ നമ്മുടെ പല്ല് തന്നെ അത് മരിക്കും. എന്തെന്നാൽ ഹാൻഡ് ഗ്രനേഡിന്റെ പിന്നെന്ന് പറയുന്നത് വളരെ ടൈറ്റായി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കൈകൊണ്ട് ഊരാനും പാടാണ്. ഒരു പ്രത്യേക പൊസിഷനിൽ നിന്ന് ഒരു പ്രത്യേക ആംഗിളിൽ വലിച്ചാലേ ഇത് ഊരാൻ പറ്റുകയുള്ളൂ. ഇതിനായി മിലിറ്ററി ട്രെയിനിങ്സ് ഉണ്ട്. ഇതുപോലെ ഗ്രനേഡിന് ഒരു ലിവർ ഉണ്ട്. നമ്മൾ ലിവർ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ പിന്നെ ഊരിയാലും ഇത് പൊട്ടണമെന്നില്ല. ലിവർ റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ ഗ്രനേഡ് പൊട്ടുകയുള്ളൂ. പിന്നെ ഊരിയാൽ സെക്കൻഡിൽ തന്നെ വലിച്ചെറിയണം. സിനിമകളിൽ നമ്മൾ കുറച്ച് സെക്കൻഡുകൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ 2 മുതൽ 5 സെക്കൻഡിൽ ഹാൻഡ് ഗ്രനേഡ് പൊട്ടും. അടുത്തത് ക്ലോറോഫോം ആണ്. ക്ലോറോഫോം യൂസ് ചെയ്ത് ബോധം കെടുത്തുന്നത് പണ്ട് മുതലേ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഓരോ സിനിമയിലും സെക്കൻഡ് വെച്ച് തന്നെ ബോധം പോവും. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ക്ലോറോഫോം യൂസ് ചെയ്ത് ബോധം കെടുത്തണമെങ്കിൽ 5 മുതൽ 7 മിനിറ്റ് എങ്കിലും എടുക്കും. അടുത്തത് പ്ലാസ്റ്റിക് സർജറിയാണ്. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഒരാളുടെ ഫേസ് പൂർണ്ണമായും മറ്റൊരാളുടെ ഫേസ് ആക്കി മാറ്റുന്നത്. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് സർജറി യൂസ് ചെയ്താൽ നമുക്ക് ചില മോഡിഫിക്കേഷൻ വരുത്താമെന്നല്ലാതെ വാർത്തു വെച്ചതുപോലെ മറ്റൊരു ഫേസ് ഉണ്ടാക്കാൻ കഴിയില്ല. മാത്രമല്ല പ്ലാസ്റ്റിക് സർജറി ഒരിക്കലും ലൈഫ് ടൈം നീണ്ടു നിൽക്കില്ല. ഏതാനും ചില വർഷങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കൂ. അടുത്തത് ബുള്ളറ്റ് വെച്ച് ഷൂട്ട് ചെയ്ത് പോട്ട് പൊളിക്കുന്ന സീനുകളാണ്. നമ്മൾ പണ്ട് മുതലേ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് ബുള്ളറ്റ് വെച്ച് ഷൂട്ട് ചെയ്ത് ലോക്ക് പൊളിക്കുന്നത്. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ലെഡും കോപ്പറും യൂസ് ചെയ്താണ് ബുള്ളറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒട്ടുമിക്ക ലോക്കുകളും ഇരുമ്പായിരിക്കും. ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്താൽ ലോക്ക് ഞടങ്ങുകയല്ലാതെ ഒരിക്കലും പൊളിയാൻ പോകുന്നില്ല. അടുത്തത് സൈലൻസർ ആണ്. സിനിമകളിൽ സൈലൻസർ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ശബ്ദം വളരെ കുറവായാണ് കേൾക്കുന്നത്. എന്നാൽ റിയൽ ലൈഫിൽ സൈലൻസർ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്താലും ശബ്ദമുണ്ടാവും. ശബ്ദത്തിൽ ചെറിയൊരു കുറവുണ്ടാവുമെന്നല്ലാതെ ഒരിക്കലും വലിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. അടുത്തത് ഹാക്കിംഗ് ആണ്. സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ഈസിയായി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് മിനിറ്റുകൾ കൊണ്ട് ഹാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഹാക്കിംഗ് അത്ര ഈസിയായ പരിപാടിയല്ല. വലിയ വലിയ ഹാക്കേഴ്സ് വന്നാലും ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ആണ് അവർ ഹാക്ക് ചെയ്യുന്നത്. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ നിസാര ടൈമിൽ ഹാക്ക് ചെയ്യാൻ കഴിയില്ല. അടുത്തത് പിരാന മീനുകളാണ്. നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട് പിരാനകൾ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നതും മിനിറ്റുകൾ കൊണ്ട് സ്കെൽട്ടനാക്കി മാറ്റുന്നതും. പിരാന മീൻ വേൾഡ് ഫേമസ് ആയത് അത് അമേരിക്കൻ പ്രസിഡന്റിലൂടെയാണ്. 1913 അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള തിയാഡോർ റൂസ്വെൽറ്റ് ബ്രസീൽ സന്ദർശിക്കാനായി പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ആളുകൾ ഇദ്ദേഹത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം വരുന്നതിന് ഒരാഴ്ച മുമ്പ് അവിടെ ഉണ്ടായിരുന്ന നദി ഒന്ന് ബ്ലോക്ക് ചെയ്ത് പിരാന മീനുകളെ പട്ടിണിക്കിടുകയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിയാഡോർ റൂസ്വെൽറ്റ് ബ്രസീലിലെത്തി. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഒരു ചത്ത പശുവിനെ കൊണ്ടുവന്നു. ശേഷം പിരാനകൾക്ക് വേണ്ടി ഇട്ട് കൊടുത്തു. തിയാഡോർ റൂസ്വെൽറ്റ് ഷോക്കായി പോയി. ഒരാഴ്ചയോളം പട്ടിണി കിടന്ന പിരാനാസ് എല്ലാം കൂടി മിനിറ്റുകൾ കൊണ്ട് തന്നെ പശുവിനെ സ്കെൽട്ടണാക്കി മാറ്റി. അമേരിക്കൻ പ്രസിഡന്റ് ഇതിനെപ്പറ്റി ബ്രസീലിയൻ വൈൽഡ്നെസ് എന്ന പുസ്തകത്തിൽ എഴുതി. ഇങ്ങനെയാണ് പിരാന മീനുകൾ വേൾഡ് ഫേമസ് ആയി മാറിയത്. പിന്നീട് ഒരുപാട് സിനിമകൾ വന്നു. സിനിമയിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള പിരാനാസിനെയാണ്. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇതാണ് യഥാർത്ഥ പിരാനാസ്. പിരാന മനുഷ്യനെ ആക്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ആക്രമിക്കുമെന്നുള്ളത് ശരിയാണെങ്കിലും വളരെ റയറായി മാത്രമേ ആക്രമിക്കുകയുള്ളൂ. പിരാനകൾ തന്നേക്കാൾ ചെറുതായ ജീവികളെയാണ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത്. റയർ കേസുകളിൽ പിരാനകൾ മനുഷ്യന്മാരെ ആക്രമിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മനുഷ്യന്മാർ സർവൈവ് ചെയ്തിട്ടുണ്ട്. 2 കേസുകളിൽ മാത്രമേ പിരാന ആക്രമണം മൂലം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുള്ളൂ. 2012-ലും 2015-ലും 2 ചെറിയ കുട്ടികൾ പിരാന ആക്രമണം മൂലം മരണപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർ മരണപ്പെട്ടത് പിരാന ആക്രമണം മൂലമല്ല. വെള്ളത്തിൽ മുങ്ങി മരിച്ചതിന് ശേഷമാണ് പിരാനകൾ ഇവരെ ആക്രമിക്കുന്നതും ശേഷം ഭക്ഷിക്കുന്നതും. ഇതുപോലെ 2015-ൽ ഡയറക്റ്റ് പിരാന അറ്റാക്ക് മൂലം മരിച്ചൊരു വ്യക്തിയുണ്ട്. ഒരു ദിവസം ആ വ്യക്തി തന്റെ ഫ്രണ്ട്സുമായി ഫിഷിങ്ങിനായി പോവുകയാണ്. ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഫിഷിംഗ് ബോട്ടിലാണ് പോയത്. ഇദ്ദേഹം അറിയാതെ കാലുവഴുതി വെള്ളത്തിൽ പോയി. അങ്ങനെ പിരാനകൾ ആക്രമിക്കുകയും ഒരുപാട് നേരം ഫ്രണ്ട്സ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കറക്റ്റായി റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇദ്ദേഹം വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. ശേഷം മരണപ്പെടുകയായിരുന്നു. ഇദ്ദേഹം എങ്ങനെ മരണപ്പെട്ടെന്നാൽ ഒരുപാട് നേരം പിരാന ആക്രമിച്ചാൽ നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും. ശേഷം നമ്മുടെ ബോധം പോയി വെള്ളത്തിലേക്ക് താഴ്ന്നു പോവും. പിന്നീട് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പിരാന കടിച്ചാൽ ഇൻഫെക്ഷനും ഉണ്ടാവും. പിരാനയുടെ വായിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതുമൂലവും മരണപ്പെടാം. പിരാനയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം അതും മനുഷ്യൻ തന്നെയാണ്. അമേരിക്കയിലെ പ്രധാന ഒരു ഡിഷാണ് പിരാന. അടുത്തത് ഡൈനോസറിന്റെ ശബ്ദമാണ്. നമ്മൾ പല സിനിമകളിലും കേട്ടിട്ടുള്ളത്
എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഡൈനോസറിന്റെ ശബ്ദം ഇങ്ങനെയല്ല. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ സിനിമയിൽ കാണുന്നത് പോലെ ഡൈനോസറുകൾ റോറിങ് ചെയ്യാറില്ല. ഗർജന ശബ്ദം പ്രധാനമായും ഉള്ളത് സിംഹത്തിനാണ്. ഇതിന്റെ കാരണം സിംഹത്തിന്റെ വോക്കൽ കോഡാണ്. ഡൈനോസറിനും ഇതുപോലെ ഗർജിക്കണമെങ്കിൽ വളരെ വലിയൊരു വോക്കൽ കോഡ് തന്നെ വേണ്ടിവരും. റിയൽ ലൈഫിൽ ഡൈനോസറുകൾ ചില നോയ്സുകളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ടീറക്സ് ഡൈനോസറിന്റെ റിയൽ ലൈഫ് ശബ്ദം നോക്കാം. പലരും ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ റിയൽ ടീറക്സ് സൗണ്ട് എന്ന് പറഞ്ഞ് ഒരു കോമഡിക്കായി ഇങ്ങനെ നിങ്ങളെ പറ്റിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉറപ്പായും റിയൽ ഡൈനോസറിന്റെ ശബ്ദം കേട്ടിരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നാൽ നമുക്കറിയാം, ഡൈനോസറുകൾ ഭൂമിയിൽ നിന്ന് തന്നെ പോയിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാൽ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അമേരിക്കയിലെ സാന്റിയ നാഷണൽ ലബോറട്ടറീസ് റിയൽ ലൈഫ് ഡൈനോസറിന്റെ സ്കള്ളുകൾ യൂസ് ചെയ്ത് ഇതിൽ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് എയർ ഫ്ലോ നടത്തി. ഇങ്ങനെ എയർ ഫ്ലോ ടെസ്റ്റിങ്ങിലൂടെയാണ് റിയൽ ലൈഫ് ഡൈനോസറിന്റെ ശബ്ദം ആദ്യമായി കേൾക്കുന്നത്. നമുക്ക് ടീറക്സ് ഡൈനോസറിന്റെ ശബ്ദം നോക്കാം. ഡൈനോസറുകൾ ഉണ്ടാക്കുന്ന നോയ്സുകൾ ഭയപ്പെടുത്തുന്ന ഒരു ടെറർ സൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് റിയൽ ലൈഫ് ടീറക്സ് ഉണ്ടാക്കുന്ന ശബ്ദം.